എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് കുറച്ചു മാറി പുക്കാട്ടുപടിക്ക് അടുത്തായിട്ട് റോഡിന് വളരെ അടുത്തായിട്ട് ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീടിന്റെ എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീതിയുള്ള റോഡാണ്. ഈ കാണുന്ന വീടിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് മറ്റുള്ള പ്ലോട്ടുകളിലേക്ക് മറ്റുള്ള വീടുകളിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലും റോഡാണ്, രണ്ട് സൈഡിലും റോഡാണ്. 5.5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വെറും 100 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും കളക്ടറേറ്റിലേക്ക് 14 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്റർ, കളമശ്ശേരി കുസാറ്റിലേക്ക് 12, ആലുവ ഭാഗത്തേക്ക് 10, എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറിലുള്ള ടെക്സ്ചർ വർക്കും അതുകൂടാതെ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ നോക്കുവാണെങ്കിൽ ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ഗേറ്റ് തന്നെയാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡിംഗ് മെറ്റീരിയലും ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്. ഭംഗിയുള്ള എലിവേഷൻ ആണ്. നല്ല കളറുള്ള പെയിന്റിങ്സ് വരുന്നുണ്ട്. നല്ലൊരു മോഡലിലൊക്കെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ള കളർഫുൾ പെയിന്റിങ്സ് വരുന്നുണ്ട്. ഒരുപാട് ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലൊക്കെ ഫാൻ ഫിറ്റിംഗും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വലിയൊരു കാർ പോർച്ചാണ് നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര വൈഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണെങ്കിലും ഇടാം. വലിയൊരു പോർച്ചാണ് കിട്ടുന്നത്. പോർച്ചിന്റെ രണ്ട് സൈഡിലുള്ള പില്ലറുകൾ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിൽ കവേർഡ് ആയിട്ടുള്ള പോർച്ചിൽ ഒരു കാറിനും വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഭാഗത്ത് രണ്ടാമതൊരു കാറിനും 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്കിലേക്ക് വഴി പോകുവാണ്. നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ ഡോർ വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനായിട്ട് ഫ്ലോറിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് വെല്ലാണുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കിണറാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നല്ലൊരു ഡിസൈനിൽ റൂട്ടിന്റെ ഷേപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ്. ചെടികളൊക്കെ നടാനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസും കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ 2 പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തേക്കിലും ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയ ലൈറ്റുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 14-13 ഫീറ്റിലാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻ ഡോറിനടുത്തായിട്ടാണ് 3 വിൻഡോസ് കാണാൻ പറ്റുന്നത്. ഫ്രഞ്ച് മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ വരുന്നത് മെയിൻ ഡോർ തുറന്ന് നേരെ വരുമ്പോൾ കാണുന്നത് TV യൂണിറ്റ് ആണ്. ഭംഗിയായ ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ബോർഡൊക്കെ നല്ല ഡിസൈനിലാണ്. താഴെ നോക്കുവാണെങ്കിൽ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും അതുപോലെ തന്നെ ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കോർണർ പോർഷനിലായിട്ട് ഒരു L ഷേപ്പിൽ ഇതേപോലെ ഒരു ചെറിയ പാർട്ടീഷൻ വരുന്നുണ്ട്. അതും നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ പ്ലാന്റ്സും ഡോൾസ് ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. എൻട്രൻസ് ഒക്കെ തന്നെ വുഡൻ ആയിട്ട് ചെയ്തിട്ട് ചെറിയ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ഏകദേശം ഒരു 6 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന, 6 പേരെ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് വലിയൊരു ഡൈനിങ് ഹാൾ ആണ്. 2 പോർഷൻ ആയിട്ടൊക്കെ നമുക്ക് റൗണ്ട് ടേബിൾ ഇടുവാണെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 11-10 ഫീറ്റിലാണ് ഡൈനിങ് ഹാൾ ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ ഇവിടെയായിട്ട് 3 വിൻഡോസും ബാക്കി 3 വിൻഡോസ് ആ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വാഷ് ബേസിൻ മാത്രമേ വെക്കാനുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയുള്ള വർക്കുകളും ഇവിടെ നോക്കുവാണെങ്കിൽ വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന പോർഷനുകളിൽ LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഫാൻ ഫിറ്റിങ്ങും ഷോ ലൈറ്റും എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള വർക്കുകളാണ് ആ ഒരു വോളിൽ ചെയ്തിരിക്കുന്നത്. പെർഗോള മോഡൽ ഓപ്പണിംഗ് വരുന്നുണ്ട്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ടഫിന്റെ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെ വരുന്ന ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഇതുപോലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമുക്ക് അതിന് അടിയിലൊക്കെ ഡോറുകൾ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാൻ യൂസ് ചെയ്യാം. എങ്കിലും ബാക്കി വരുന്ന ഏരിയയിൽ നമുക്ക് ഭംഗിയുള്ള പെബിൾസ് ഇടാനോ ഗ്രാസ് വെക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വൈറ്റ് ആണ്. താഴെയും നല്ല LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടോട്ടലി ഇവിടുത്തെ ഒരു ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് എല്ലായിടത്തും ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ്. ഞാൻ നിൽക്കുന്ന പോർഷനിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. അതേപോലെ നമുക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബീജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. വിൻഡോസ് നമുക്ക് 2 ഭാഗത്തായിട്ടാണ് വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. അവിടെയായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഡോർ തുറന്നാൽ പുറത്തേക്ക് നമുക്ക് ഓപ്പൺ സ്പേസ് ആണ്. വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. കിച്ചന്റെ റൂഫ് നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആണ്. മിഡിൽ പോർഷനിൽ മാത്രം പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ലിവിംഗ് സ്പേസിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നും ലെഫ്റ്റിലേക്കുള്ള പോർഷൻസ് നമ്മൾ കണ്ടു. നമുക്കിനി റൈറ്റ് സൈഡാണ് കാണേണ്ടത്. താഴെ ഇവിടെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 14-10 ഫീറ്റിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡുകളിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വോള് ഭംഗിയുള്ള വാൾപേപ്പർ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് വരുന്നത്. നല്ലൊരു വാർഡ്രോബ് ഈ ഒരു ഭാഗത്താണ്. നല്ലൊരു ഡിസൈനിലും കളറിലും സൗകര്യത്തോടു കൂടിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിറർ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സെറയുടെ ഒരു വാഷ് ബേസിനുണ്ട്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഫിറ്റിംഗ്സ് എല്ലാം സെറയിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്നും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ, ടോപ്പിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൈ വിസിബിൾ ആണ്. ഗ്ലാസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇതിന് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വുഡ് കൊണ്ടുള്ള ബോർഡർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗ്രാസ് വിരിക്കുകയോ ഭംഗിയുള്ള പെബിൾസ് ഇടുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. 14-10 തന്നെയാണ് ഇവിടെയും ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനുകളാണ്. LED സ്ട്രിപ്പുകളാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് അവിടെ ഒരു ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമിന്റെ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് ഡ്രോസും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ കളറും ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുമാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. വന്ന വഴി നോക്കുവാണെങ്കിൽ കാണാം ആ ഒരു വോളില് ഭംഗിയായ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പെർഗോള മോഡൽ ഓപ്പണിങ്സ് ഉണ്ട്. നല്ലൊരു ഷാൻലിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായ ഡിസൈനിലാണ് ഷാൻലിയർ ചെയ്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ബാക്കിയുള്ള റൂഫൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടും ഭംഗിയായ രീതിയിലുമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് ഇവിടെ വലിയൊരു ഏരിയ തന്നെയാണ് കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയസിലെല്ലാം തന്നെ നിറയെ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് വൈസ് നോക്കിയാലും വിഡ്ത് വൈസ് നോക്കിയാലും വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോളിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു വാൾപേപ്പർ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്.
മെയിൻ ബോർഡ് ഉണ്ട്. താഴെ അത് കൂടാതെ നമുക്ക് ഒരുപാട് ക്ലോസ്ഡ് കബോർഡുകളുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നതിന്റെ നമ്മളുടെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നിറയെ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഓപ്പൺ കബോർഡുകളും താഴെയൊക്കെ ക്ലോസ്ഡ് കബോർഡ്സും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബേ വിൻഡോ ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. കുഷൻ ഇട്ടാൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നത്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഡോർ വന്നിട്ട് യൂട്ടിലിറ്റി ഏരിയ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പെയിന്റിംഗ് കഴിഞ്ഞ ബക്കറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഓപ്പണിംഗും അവിടെയും വരുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. മുകളിൽ എത്തുന്നത് വരെ സ്റ്റെപ്പിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് റൂഫും സൈഡും എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് 14x10 ഇവിടുത്തെ 14x10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. റൂഫില് ഫാൻ ഫിറ്റിങ്ങും ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ ഫെസിലിറ്റിയും കബോർഡ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാലും മിററുമാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്കിനി ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാം. സൺലൈറ്റ് അതിലൂടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. മുകളിൽ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അയൺ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ കാണുന്ന ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നാലാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. 14x10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ബാക്കിൽ ഇവിടെയൊക്കെ ആയിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിലും നല്ല വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴെ കണ്ട സെയിം മോഡലിൽ നല്ലൊരു വാർഡ്രോബും ചെയ്തിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കാണാം. മിററും ഡ്രോയും നമുക്ക് കിട്ടുന്നുണ്ട്. പെർഗോള മോഡൽ ഒരു ചെറിയ ഓപ്പണിംഗും അവിടെ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ ഗ്രേ കളറുകൾ തന്നെയാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫും സൈഡും എല്ലാം കവർ ചെയ്തൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഹാൻഡിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വലിയൊരു ഓപ്പൺ സ്പേസും കിട്ടുന്നുണ്ട്. അതും ഹാൻഡ് റൈൽസ് കൊടുത്ത് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് ആവശ്യമുള്ള പർപ്പസിനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഭംഗിയുള്ള വർക്കുകളും ടെക്സ്റ്റർ വർക്കുകളും ഒക്കെയാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തായിട്ടാണ്. പൂക്കാട്ടുപടിക്കൊക്കെ വളരെ അടുത്താണ്. ബസ് റൂട്ടിലേക്ക് വെറും 100 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്ന് പരിചയപ്പെടുത്തിയ വീടിന്റെ വിശേഷങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.5 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട്. 5.5 സെന്റ് ഓഫ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഓണർ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. 95 lakhs എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങളത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. കയ്യിലുള്ള ക്യാഷ് കുറച്ചാണെങ്കിൽ നമുക്കത് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ലോൺ വ്യവസ്ഥയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട. സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.